ദിവസവും 10,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ഐഡിയ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റും വേണ്ട, അതിനൊരു സ്റ്റോക്കും വേണ്ട. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ് ആണ് ചെയ്യുന്നത്. ഈ ഒരു കാറ്റഗറി ഓഫ് ബിസിനസ്സിനെ സാധാരണയായിട്ട് പറയുന്നത് ഡിജിറ്റൽ ഔട്ട് ഓഫ് ഹോം അഡ്വർടൈസ്മെൻറ്റ് എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് നമുക്ക് ഉണ്ടാകുന്ന അഡ്വർടൈസ്മെൻ്റാണ്. മുമ്പുകൾ നമുക്കൊക്കെ ഫ്ലെക്സുകൾ ഉണ്ടാവും, നമുക്കൊക്കെ എന്താ പറയുക, റോഡ് സൈഡിലൊക്കെ ഫ്ലെക്സ് അടിച്ചിട്ട് ആൾക്കാർ വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു ബാനർ പോലെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പം മാറി ഇപ്പം കുറച്ചും കൂടി ഒരു ഡിജിറ്റലൈസ് ആകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഏരിയകളിൽ ഒരേ സമയത്ത് പല ആൾക്കാർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഒരേ സമയം ബിസിനസ് ചെയ്യും, ഒരേ സിറ്റിയിൽ തന്നെ. നമ്മളിപ്പം കൊച്ചി ഒരു എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ കൊച്ചിയിൽ തന്നെ പല ആൾക്കും പല ഏരിയയിലും നമുക്ക് ഇത് ഒരേ സമയം ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ബിസിനസ്സിന് 3 പാർട്ടീസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, സ്ക്രീൻ നമ്മൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്. അവർ നമുക്കിപ്പം DOOH അഡ്വർടൈസിങ് കമ്പനീസ് അല്ലെങ്കിൽ സ്ക്രീൻസ് എന്ന് നമ്മൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റെൻറ്റിന് ചെയ്യുന്ന കമ്പനീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യേണ്ടതാണ്. കാരണം ഒരു കമ്പനിയും ഇതുവരെയും ഒരു സ്റ്റാൻഡേർഡ് പ്രൈസോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനോ നൽകുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പേഴ്സണലി ഇതിന് ഇത്ര കോസ്റ്റ് ആവുമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 15,000 മുതൽ 20,000 25,000 രൂപ വരെ ഒരു സ്ക്രീനിന് കോസ്റ്റ് ആവും. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മിനിമലായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ സ്ക്രീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിത് ഹോസ്പിറ്റലിൽ വെക്കാം, നമുക്ക് റെസ്റ്റോറൻറ്റിൽ വെക്കാം, നമുക്കിത് ഷോപ്പിംഗ് മാൾസിൽ വെക്കാം, നമുക്കിത് പബ്ലിക് പ്ലേസിൽ വെക്കാം, നമുക്ക് ടെക് പാർക്കുകളിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്കിത് ബസ് സ്റ്റാൻഡുകളിൽ വെക്കാം, എവിടെയും വെക്കാം. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബബ്ലി ഒരു കണക്ഷൻ വേണം, ലൈക്ക് ഇലക്ട്രിസിറ്റി വേണം. പിന്നെ നമുക്കിതിൽ ഡയറക്റ്റ് മഴയോ അല്ലെങ്കിൽ വെയിലോ കൊള്ളാത്ത രീതിയിലാണെങ്കിൽ നമുക്കിതിന് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. നമുക്കിപ്പം സ്ക്രീൻ ഒരാൾ തന്നു, സ്ക്രീൻ വെക്കാൻ വേണ്ടിക്ക് ഒരു പെർമിഷൻ ഒരാൾ തന്നു, അവർക്ക് ഇൻ റിട്ടേൺ ആയിട്ട് നമുക്ക് 20 അല്ലെങ്കിൽ 30% റവന്യൂ ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അവരോട് പറയണം, ഓക്കെ, നമുക്ക് ഈ ഒരു സ്പേസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ 20 അല്ലെങ്കിൽ 30% റവന്യൂ ഷെയർ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് തരാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ പ്രോപ്പർട്ടീൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും കൂടി ഇതിൽ ചെയ്യാൻ പറ്റും എന്നും കൂടി അവരടുത്ത് പറയാം. അപ്പോൾ അവർക്ക് എന്താവും, ഓക്കെ ഫൈൻ, ഓക്കെ നമ്മൾ തരാം, നമുക്കൊരു എക്സ്ട്രാ റവന്യൂ മോഡലാണ് എന്നുള്ള രീതിയിൽ അത് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. പിന്നെ ഉള്ളത് നമുക്ക് ബ്രാൻഡ്സാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറച്ച് ബ്രാൻഡ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ബിസിനസ് തുടങ്ങുന്ന ആളുടെ ഏറ്റവും വലിയ റിസ്ക് ആൻഡ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. ഇതേപോലെ ബ്രാൻഡ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ജെമിനി സർക്കസ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിലോ ഒരു ചെറിയൊരു ബോർഡ് പ്ലക്കാർഡ് പോലെ ആക്കിയിട്ട് നമ്മളുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റിലും പിന്നെ പണ്ടത്തെ BSNLൻ്റെ പോസ്റ്റിലൊക്കെ ഒട്ടിക്കാറുണ്ട്. ഇന്നത് മാറിയിട്ട് കുറച്ചും കൂടി ഡിജിറ്റലൈസായി വന്നത്. അതേ സെയിം ടീമിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി പുതിയൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അവർക്കും ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അതല്ല ഇപ്പോൾ ചെറിയ ഏതെങ്കിലും പുതിയൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നുണ്ട്, ഷോപ്സ് വരുന്നുണ്ട്, ഇവർക്കൊക്കെ ഇവരുടെ എന്താ പറയുക ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ വേണ്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഡിജിറ്റൽ സ്പേസ് യൂസ് ചെയ്യും. റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, അവർക്ക് എന്തായാലും വേണം, റൈറ്റ്. പിന്നെ ട്രാവൽ ഏജൻസികളുണ്ടാവും, അവരുടെ പുതിയ പാക്കേജ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫൗണ്ടർ, ഇതിപ്പം ഈ ബിസിനസ് ആരാണോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ ആദ്യം ഈ ഒരു സൈഡും കൂടി കൃത്യമായിട്ട് അറിയണം. കാരണം
ഇവരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റവന്യൂ എന്നുള്ള രീതിയിൽ ഷെയർ വാങ്ങുന്നത്. കാരണം ഒരു ദിവസം നമ്മളൊരു 15 സെക്കൻഡിൻ്റെ ആഡ് നമ്മൾ ചെയ്യുന്നു, നമ്മളൊരു 200 രൂപ 300 രൂപ വരെയെങ്കിലും നമ്മൾ അവരുടെ നിന്ന് മിനിമം വാങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് പറയും, ഓക്കെ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ഒരു മാസത്തേക്കുള്ള ഡീലാണ്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ 15 ദിവസത്തേക്കുള്ള ഡീലാണ്. നിങ്ങൾ 15 സെക്കൻഡിൻ്റെ 2 ആഡോ അല്ലെങ്കിൽ ഒരാഡോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യും. കാരണം ചില സമയത്ത് ഒരേ ആഡ് കാണുമ്പോൾ ആൾക്കാർക്ക് മടുപ്പ് വരും. അപ്പം പുതിയ ഡിഫറെൻറ്റ് ടൈപ്പ് ആഡ് ആകുമ്പോൾ അവർക്ക് ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ പറയുന്നു, ഓക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 15 ദിവസത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ഈ ഒരു ആഡ് തരുന്നു, നിങ്ങൾക്ക് 200 രൂപ വെച്ച് 15 സെക്കൻഡ് 2, അപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ 400 എന്നുള്ളതിൽ ഒരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് 4000 രൂപ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, റൈറ്റ്. ഇതേപോലെ നിങ്ങൾ 15 സെക്കൻഡ് അല്ല നമ്മൾ ഒരു ദിവസം 20 മുതൽ 30, 35 വരെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോട്ട് കൊടുക്കാൻ പറ്റും. കാരണം അപ്പം മാത്രമേ നമ്മൾ ഒരു വ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ആഡ്സും കാണാൻ പറ്റണമെങ്കിൽ ഒരു അത്രയും പാണ്ടാണ്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിപ്പീറ്റഡ് ആയി തോന്നും. ഈ കണ്ട ആഡ് തന്നെ തിരിച്ച് വരുമ്പോൾ അവർക്കതിലൊരു ഫ്രസ്ട്രേഷൻ അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കൂടുതൽ ആഡ്സ് പ്ലേസ് ചെയ്യുക, നിങ്ങൾക്കത് റവന്യൂവിനും ഭയങ്കരമായിട്ട് സഹായിക്കും, റൈറ്റ്. അപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 4000 രൂപ 10 ദിവസത്തേക്ക് പറഞ്ഞത് വെറും 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡുള്ള 2 ആഡ് വെച്ചുകൊണ്ടാണ്. ഇതേപോലെ നമുക്കൊരു 20-30 വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 20 എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ 4000 എന്നുള്ളത് 40,000 80,000 രൂപ 10 ദിവസത്തേക്ക് നമുക്കൊരു 20 ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റും, റൈറ്റ്. അത് വെറും 10 ദിവസത്തേക്ക് 15 സെക്കൻഡുള്ള 2 ആഡ് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്കിപ്പോൾ 80,000 രൂപ 10 ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 20%, 30% നമ്മൾ റവന്യൂ ഷെയർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 50,000, 60,000 രൂപ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇതിൽ നമുക്കൊരു ടെക്നിക്കലി എന്താ പറയുക, ഒരു വലിയ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര മിനിമലായിരിക്കും. നമ്മളിപ്പോൾ സ്ക്രീന് കൂട്ടി പോവാണ്, അപ്പോൾ നമ്മൾ സ്ക്രീന് മാനേജ് ചെയ്യണമെങ്കിൽ മാത്രമേ പിന്നെ വേറെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലം നിങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് തന്നെ സാധനം പിക്ക് ചെയ്യാൻ നിൽക്കുക. കുറേ സ്ഥലത്ത് സ്ക്രീൻ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഒന്നോ രണ്ടോ ആയിട്ട് ചെറിയ സ്ക്രീൻ, ഒന്നിക്കിൽ 2-3 ചെറിയ സ്ക്രീനായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതല്ലാണ്ട് പല ലൊക്കേഷനിലും ഒറ്റയടിക്ക് പോയിട്ട് ചെയ്യാൻ പാടില്ല. ആദ്യം ഒറ്റൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഓരോന്നായിട്ട് പോവാം. കാരണം പല ആൾക്കാർക്കും ഇത് പേടി ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു സ്ക്രീൻ എടുത്തു, എന്നെക്കൊണ്ട് ഇപ്പം ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഭയങ്കര നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ഒരു മിനിമം എമൗണ്ട് കമ്മിറ്റ് ചെയ്യേണ്ടി വരും പ്രോപ്പർട്ടി ഓണർക്ക്. ഓക്കെ, ഞാൻ മിനിമം നിങ്ങൾക്ക് ഒരു മാസം 5,000 രൂപ തരാം. അതായത് നിങ്ങൾ റെൻ്റ് എടുക്കുന്ന നിങ്ങൾക്കൊരു 8,000 മുതൽ 10,000 രൂപ വരെ ആകുന്നുണ്ടെങ്കിൽ അതിനും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാ മാസവും കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ഈ സാധനം ഹാർഡ് കോറായിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കണം. കാരണം ഞാനിത് ഇതെനിക്ക് നടത്തിയേ മതിയാവും. ഞാൻ ഓരോ ദിവസവും 10-20 ഷോപ്പുകളിൽ കയറി അവരുമായിട്ട് കൊളാബ് സംസാരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് 100% ഷുവറാണ്. ദിവസം 10,000 അല്ല, അതിൽ കൂടുതലടക്കം പൈസ പെർ ഡേ ഓരോ സ്ക്രീനും വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് ലൊക്കേഷൻ വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകുക. നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എത്ര പാട് ആൾക്കാർ ഈ ഏരിയയിലുണ്ട് അതിനനുസരിച്ച്. അതല്ലാതെ നിങ്ങൾ ആൾക്കാരൊന്നും ഇല്ലാത്ത നല്ല നൈസായ ഒരു സ്പോട്ട് കൊണ്ടുപോയി വെച്ച് ബ്രാൻഡ്സിൻ്റെ അടുത്ത് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം. കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ, പല ആൾക്കും സംശയമായിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് ഞാൻ എത്ര ആഡ് വരെ എനിക്ക് വേണ്ടി വരും ഈ ഒരു ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ, എനിക്ക് മിനിമം നമ്പർ ഓഫ് ആഡ്സ് എത്ര എണ്ണം വേണം, പിന്നെ ഇതൊരു പ്രോഫിറ്റബിൾ എന്ന രീതിയിലേക്ക് പോകണം എന്നുള്ളതിൽ നിങ്ങൾക്ക് മിനിമം പിന്നെ ഒരു 3 കമ്പനീസ് അല്ലെങ്കിൽ 3 ബ്രാൻഡ് കൊളാബ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് 500 രൂപ വെച്ച് പേ ചെയ്യുന്നുണ്ട്. കാരണം പെർ ഡേ 1,500 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. 3 കമ്പനീസ് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു എന്താ പറയുക
എമൗണ്ടായി കൺസിഡർ ചെയ്യാം. പിന്നെ ഈ എമൗണ്ട് തന്നെ പ്രീമിയം വേർഷൻ തന്നെ ഇപ്പം പിന്നെ ബാംഗ്ലൂരിലും കൊച്ചിയിലും മുംബൈയിലൊക്കെ ഉള്ള ഒരു റേറ്റാണ് 500 എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലെത്തിക്കാൻ ചിലപ്പോൾ അത് 100 രൂപ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. നിങ്ങൾ ഓക്കെ വീഡിയോയിൽ 500 രൂപയാണ് പറഞ്ഞത്, 500 രൂപ തന്നെ വേണമെന്നില്ല. നമുക്കൊരു 100 രൂപ വെച്ചെടുക്കാം. ഒരു 100 രൂപ തരുന്ന 3 ആൾക്കാരുണ്ട്. ഒരു ദിവസം നമുക്ക് 300 രൂപ കിട്ടും. 10 ദിവസത്തേക്ക് നമുക്ക് 3000 രൂപ കിട്ടും, റൈറ്റ്? ഒരു മാസത്തേക്ക് നമുക്ക് 9000 രൂപ കിട്ടും. ഈ 9000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്കൊരു 20000 രൂപ ഒരു സ്ക്രീനിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നിങ്ങളിപ്പോൾ 25000 രൂപ കൊടുത്ത് ഒരു സ്ക്രീൻ വാങ്ങുന്നു. ഒരു സ്ക്രീൻ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് ഒരു 5000 രൂപ കിട്ടിയാൽ മതി. പിന്നെ ബാക്കിയുള്ള മൊത്തം നിങ്ങൾക്ക് ലാഭമാണ്. ഒരു ഓപ്പറേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു 5000 രൂപ അത്ര ഒരു സ്ക്രീനിൽ. ഇപ്പോൾ ഒരു സ്ക്രീൻ വാങ്ങുമ്പോൾ ഒരു 25000 രൂപ കൊടുത്തു. ആദ്യത്തെ മാസം നിങ്ങൾക്ക് ഒരു 15000 രൂപ കിട്ടി. രണ്ടാമത്തെ മാസം ഒരു 15000 രൂപ കിട്ടി. 30000 രൂപ നിങ്ങൾക്ക് കിട്ടി. പിന്നെ ഉള്ള ഓരോ മാസം നിങ്ങൾ ലാഭമാണ്. നിങ്ങൾക്ക് ചെറിയൊരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങളായിരിക്കും കൊടുക്കും ഈ നിങ്ങൾ സ്പോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത്. പിന്നെ നിങ്ങളുടേതായ കുറച്ച് എക്സ്പെൻസ് നിങ്ങൾ പോയി കണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. അത് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. പലപ്പോഴായിട്ടും ചില സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും ഓണേഴ്സ് നോ പറയും. കാരണം അവർക്ക് ഇതിനോടുള്ള ഒരു വിശ്വാസക്കുറവുണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനു വേണ്ടിക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പോലെ ആക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സോൾ ട്രേഡറായിട്ട് തന്നെ തുടങ്ങിയാൽ മതി. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളെ പേരിൽ വാങ്ങാം. എമൗണ്ട് തരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് സ്വന്തം ഗൂഗിൾ പേയിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. ഇനിയിപ്പോൾ ആരെങ്കിലും ഇൻവോയ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പോയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈനായി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ സ്ക്രീൻസ് ആക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ഒരു സ്ക്രീന് വെച്ച് തുടങ്ങുക. കാരണം സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് എന്നാണ് ഞാൻ പൊതുവെ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തുടങ്ങുമ്പോൾ ചെറിയ എമൗണ്ട്, നിങ്ങൾക്കൊരു നഷ്ടം വന്നാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്ക്രീനിലേക്ക് പോവുക. ആ സമയത്ത് നിങ്ങളൊരു ബ്രാൻഡ് അങ്ങനെയുള്ളൊക്കെ രീതിയിലോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വേറെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഇതിലിപ്പം ടൂൾസായി ഉപയോഗിക്കാൻ നമുക്കിപ്പം പോർട്ടൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിലൊന്നും ഒരു സിംഗിൾ സ്ക്രീൻ വെച്ച് ചെയ്യുന്ന ആയിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ക്രീൻ പ്രൊവൈഡറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആരൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി DOOH അഡ്വർടൈസിങ് സ്ക്രീൻ പ്രൊവൈഡേഴ്സ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റ് തരും. നിങ്ങൾക്ക് ഓരോരാളടുത്ത് വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ അത് ചെയ്യാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ഒരാളെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അധികം കടുംപിടുത്തം കാണിക്കാറില്ല. അവരൊക്കെ എളുപ്പത്തിൽ, കാരണം റവന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിലും അവരുടേതായ കുറച്ച് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവരും പിന്നെ പറയും. ബ്രാൻഡ്സിനെ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും. അത് നിങ്ങൾ തന്നെ ചെയ്യണം. അത് വേറെ ആർക്കും അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ജേർണി റെക്കോർഡ് ചെയ്തിടുക. അപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ കാണും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മിനിമം 100 രൂപ വെച്ചിട്ട് വരെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ വലിയൊരു നഷ്ടം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ 100 രൂപ വെച്ച് കൊടുക്കുന്നു, നിങ്ങൾക്ക് നല്ല ലൊക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊച്ചിയിലോ കാലിക്കറ്റിലോ ആണ്, നിങ്ങൾക്ക് ഒരുപാട് ലൊക്കേഷൻസിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷേ എമൗണ്ട് 500 രൂപ അല്ലെങ്കിൽ 400 രൂപ എന്ന് പറയുമ്പോൾ ആൾക്കാർ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 രൂപ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ചെറിയൊരു ലാഭം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് മോഡൽ വർക്കാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഈ ബിസിനസ് മോഡൽ വർക്കാവുന്ന ഉറപ്പാണ്, ഞാൻ ഇനി ഒരു സ്ക്രീന് മാറ്റി 2 സ്ക്രീനിലേക്കാക്കാം. 2 സ്ക്രീൻ ആക്കുമ്പോൾ അവിടെ എന്താവും, എൻ്റെ നിങ്ങളുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്ത് ശീലമുണ്ട്, നിങ്ങൾക്കറിയാം എന്തെല്ലാം വർക്കാവും എന്തെല്ലാം വർക്കാവില്ല എന്നുള്ളത്. അപ്പോൾ വർക്കാവുന്ന കാര്യങ്ങൾ മാത്രം റിപ്പീറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ലോസ് കുറക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതേ പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 or 6 സ്ക്രീൻസ് ഡിഫറെൻറ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ചെറിയ സ്ക്രീൻസ്. കാരണം ചെറിയ സ്ക്രീൻസും ഉണ്ട്, വലിയ സ്ക്രീൻസും ഉണ്ട്. ചെറിയ സ്ക്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ വെയിറ്റിംഗ് റൂം ഉണ്ടാവും, അതിൻ്റെ തൊട്ടടുത്ത് ഒരു 10-15 ആൾക്കാർ ക്യൂവിൽ സാധാരണ നിൽക്കുന്നുണ്ടാവും. ഇവരെന്തായാലും 5-10 മിനിറ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് കാണുന്ന വിധത്തിൽ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ സ്ക്രീനാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് ചെറിയ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഇതിനി ഒരു പ്രോപ്പർ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻഡെപ്ത് ബിസിനസ് കോൺവെർസേഷനാണ്. അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സ്ക്രീനെങ്കിലും സെറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫെർദർ ഗ്രോത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പേജിൽ DM ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി വി ക്യാൻ ഹാവ് എ കോൾ. എന്നിട്ട് ആ കോളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷെ ഇതിൻ്റെ ഒറ്റൊരു കണ്ടീഷനാണ്, നിങ്ങൾ ഓൾറെഡി ഈ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ആസ്പെക്റ്റിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ബിസിനസ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻ വരെ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടേതായ ഹോം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബബിലി ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് ഉള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ DM ആയിട്ട് അറിയിക്കാം. വീണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്താവും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു സ്ക്രീനെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ DM ഒന്ന് അറിയിക്കാം. ബാക്കിയുള്ള നിങ്ങളുടെ ഗ്രോത്തിൽ എനിക്ക് ഡയറക്റ്റ് ഭാഗമാകാൻ പറ്റും, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടെന്നുള്ള സോഷ്യൽ മീഡിയ പ്രസൻസിൻ്റെയോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീച്ച് ഔട്ട് ചെയ്യുക. അതേപോലെ ബിസ്ടോക്സിൻ്റെ ഒരു ആപ്പ് അല്ലെങ്കിൽ റെഡിയാക്കുന്നുണ്ട്. ആ ആപ്പിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിസിനസ് ഐഡിയയും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ബിസിനസ് ഐഡിയ നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു വർക്കിംഗ് മോഡലായിട്ടായിരിക്കും കൊടുക്കുക. സ്ക്രീൻസിൻ്റെ പൊതുവെ ഉണ്ടാവില്ല. കാരണം അത് സ്ക്രീൻസ് എന്ന് പറയുന്നത് ഒരു ആപ്പ് അങ്ങനെയൊന്നും ആവശ്യമില്ല. ജനറലി നമുക്ക് സിംഗിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി കാസിൻ്റെതായാലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറേ ഇൻഷുറൻസും പിന്നെ QR കോഡ് ബേസ്ഡ് ആയ ലോട്ട് ഓഫ് ബിസിനസ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആപ്പ് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മളെ പേജിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടി കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്രീഷിയേറ്റ് യുവർ ടൈം.